ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചുമതലയല്ലേ ഒരു കെട്ടിടം തകർന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിനകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത്? എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വന്നു? ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആ വകുപ്പിന്റെ കുത്തഴിഞ്ഞ അവസ്ഥ കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയത്തിന്റെ കാലത്തും ഉരുൾപൊട്ടലിന്റെ കാലത്തും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സംഭവത്തോടുകൂടി ഒരിക്കൽ കൂടി അത് വ്യക്തമായിരിക്കുകയാണ്. മറ്റൊരാൾ കൂടിയുണ്ട്, അയാൾ കഴിഞ്ഞ മുതൽ മിണ്ടിയിട്ടില്ല, നമ്മുടെ മരുമകൻ മന്ത്രി. കാരണം പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. 2013 മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്ത കെട്ടിടമാണിത്. ആ കെട്ടിടം എന്താ പൊളിച്ചു നീക്കാതിരുന്നത്? ആരോഗ്യ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി വീണ ജോർജ്, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് നേരിട്ട് ഭരിക്കുന്ന കോട്ടയത്തുകാരൻ വാസവൻ മന്ത്രി, പിന്നെ നമ്മുടെ മരുമകൻ മന്ത്രി. ഇവരുടെ 4 പേരുടെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടുകളുടെയും നയങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ഫലമായിട്ടാണ് കേരളത്തിലെ ഒരു ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പോയ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.